ഹായ് എവരി വൺ, ലേൺ തെലുഗു ത്രൂ മലയാളം പാർട്ട് 10. ഒന്നാമത്തെ വീഡിയോയിൽ ഒരു ഇൻട്രൊഡക്ഷനും രണ്ടാമത്തെ വീഡിയോയിൽ തെലുങ്കിൽ എങ്ങനെ എണ്ണാമെന്നും പഠിച്ചതിന് ശേഷം 3 മുതൽ 8 വരെയുള്ള വീഡിയോകളിൽ ഞാൻ കുറച്ച് ക്രിയകൾ പറഞ്ഞു തന്നിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാ പോ എന്നൊക്കെ പറഞ്ഞു. ഇനി 9ാമത്തെ വീഡിയോ, അതായത് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു സ്റ്റെപ്പിലോട്ട് കടന്നു, തെലുങ്കിലെ വ്യാകരണം. അപ്പം ഈ തെലുങ്കിലെ വ്യാകരണം എന്ന് പറയുന്ന നേരത്ത് വ്യാകരണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് മടുപ്പാണ്. പക്ഷേ വ്യാകരണമില്ലാതെ ഒരു ഭാഷയില്ല. ഞാൻ വളരെ കട്ടിയായ ആഖ്യാതം, കർത്തരി, കർമ്മണി പ്രയോഗങ്ങളൊന്നുമല്ല പറഞ്ഞു തരുന്നത്. എങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കാം, അത് ഭൂതകാലത്തിൽ എങ്ങനെ പറയാം, വർത്തമാനകാലത്തിൽ എങ്ങനെ പറയാം, ഭാവി കാലത്തിൽ എങ്ങനെ പറയാം, ഇത്രയേ ഉള്ളൂ. അത്രയും സിമ്പിളാണ്. അപ്പം നമ്മൾ വർത്തമാനകാലം വെച്ച് നമ്മൾ തുടങ്ങിയായിരുന്നു. വർത്തമാനകാലത്തിൽ ഞാൻ ആണ് സബ്ജക്റ്റെങ്കിൽ, ഞാൻ ആണ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എങ്ങനെ പറയാമെന്ന്. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞു തന്നിരുന്നു. കാരണം മലയാളവും ഇംഗ്ലീഷും ഒഴികെ ബാക്കി കുറേയൊക്കെ ഭാഷകളിൽ ഞാൻ എന്നതിന് പകരം നീ, നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ, അല്ലെങ്കിൽ അവൻ, അവൾ, അല്ലെങ്കിൽ ആരെങ്കിലും പേരുകൾ, ഇപ്പം രാജീവ്, സഞ്ജയ്, അങ്ങനെ പേരുകളൊക്കെ ആണെങ്കിൽ അതിന് വേറെ ആയിരിക്കും ആ വാക്യഘടന വരുന്നത്. ആ വെർബ് വേറെ ആയിരിക്കും, ക്രിയ വേറെ ആയിരിക്കും. ഓക്കെ, ഞാൻ ചെയ്യുന്നു എന്നതിന് പകരം അവനാണ് ചെയ്യുന്നെങ്കിൽ അവൻ ചെയ്യുന്നു എന്നല്ല വരിക, വേറെ ഒരു വാക്കായിരിക്കും വരുന്നത്. അതാണ് മറ്റുള്ള ഭാഷകളിലെ ഒരു പ്രത്യേകത. തെലുഗു അങ്ങനെയാണ്. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ ആണ് വരുന്നതെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർത്തമാനകാലത്തിൽ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു 32 ക്രിയകൾ വെച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അപ്പം ഇന്ന് ബാക്കിയുള്ള നമ്മൾ പഠിച്ച ആകെ 62 വാക്കുകൾ നമ്മൾ പഠിച്ചു, 62 ക്രിയകൾ നമ്മൾ പഠിച്ചിരുന്നു. ബാക്കി ഒരു 30 ക്രിയകളും കൂടി ബാക്കിയുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നത് നേനു വസ്തുന്നാനു എന്നാണ്. ഓക്കെ, അപ്പം സംസ്ഥാന ഭാഷയിൽ എപ്പോഴും നേനു വസ്തുന്നാനു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനൊരു ഷോർട്ട് ഉണ്ട്, ഷോർട്ട്. അതാണ് നേനു വസ്തുണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരുന്ന ന്യൂ എന്ന് പറഞ്ഞ അക്ഷരം അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഉപയോഗിച്ചാൽ തെറ്റാണെന്നല്ല, അത് ഉപയോഗിക്കാതെയും പറയാം, അത് ഉപയോഗിച്ചുകൊണ്ടും പറയാം. ഒരു ഉദാഹരണത്തിന് നേനു വസ്തുണ്ണ, നേനു വസ്തുണ്ണാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നേനു വസ്തുണ്ണ എന്ന് വെച്ചാലും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ക്രിയകളും ഞാൻ വളരെ ക്വിക്കായിട്ട് പറയാം. കാരണം ഇന്നത്തെ നമ്മുടെ ബാക്കിയുള്ള 30 ക്രിയകളും കൂടി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, നേനു പോത്തുണ്ണാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിന് പകരം നേനു പോത്തുണ്ണ. നേനു വെൽത്തുണ്ണാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും അതിന് പകരം നേനു വെൽത്തുണ്ണ. നേനു വെള്ളിപ്പോത്തുണ്ണാനു, നേനു വെള്ളിപ്പോത്തുണ്ണ. ഓക്കെ, ഇനി ഞാൻ നേനു പറയുന്നില്ല, എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞ വാക്ക് പറയുന്നില്ല, ബാക്കിയൊക്കെ പറയാം. ഓക്കെ, ചേസ്തുണ്ണാനു അതിന് പകരം ചേസ്തുണ്ണ, ചെപ്തുണ്ണാനു എന്നതിന് പകരം ചെപ്തുണ്ണ, അടുകുത്തുണ്ണാനു എന്ന് പറയുന്ന പകരം അടുകുത്തുണ്ണ, വിൻതുണ്ണാനു എന്ന് പറയുന്ന പകരം വിൻതുണ്ണ, ചതുത്തുണ്ണാനു എന്ന് പറയുന്ന പകരം ചതുത്തുണ്ണ, രാഷ്തുണ്ണാനു എന്ന് പറയുന്ന പകരം രാഷ്തുണ്ണ, നേർച്ചുകൊണ്ടുണ്ണാനു എന്ന് പറയുന്ന പകരം നേർച്ചുകൊണ്ടുണ്ണ, തിൻതുണ്ണാനു എന്ന് പറയുന്ന പകരം തിൻതുണ്ണ, ഭോജനം ചേസ്തുണ്ണ എന്ന് പറയുന്ന പകരം ഭോജനം ചേസ്തുണ്ണ. ഓക്കെ, నేను తాగుతున్నాను എന്ന് പറയുന്ന പകരം నేను తాగుతున్నా, ఇస్తున్నాను എന്ന് പറയുന്ന പകരം ఇస్తున్నా, സഹായം చేస్తున్నాను എന്ന് പറയുന്ന പകരം സഹായം చేస్తున్నా, പണി చేస్తున్నాను എന്ന് പറയുന്ന പകരം പണി చేస్తున్నా, പ്രാർത്ഥിస్తున్నాను എന്ന് പറയുന്ന പകരം പ്രാർത്ഥിస్తున్నా, നിഞ്ചുകൊണ്ടുണ്ണാനു എന്ന് പറയുന്ന പകരം നിഞ്ചുകൊണ്ടുണ്ണ, കുറിച്ചുകൊണ്ടുണ്ണാനു എന്ന് പറയുന്ന പകരം കുറിച്ചുകൊണ്ടുണ്ണ, തീസ്തുണ്ണാനു എന്ന് പറയുന്ന പകരം തീസ്തുണ്ണ. അത് പറഞ്ഞ പ്രവർത്തനം ഞാൻ പറഞ്ഞിരുന്നു. തീ എന്നാണ് തുറക്കുക എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, അപ്പം അതിന്റെ വർത്തമാനകാലത്ത് പറയണത് തീസ്തുണ്ണാനു എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തീസ്തുണ്ണ എന്ന് പറഞ്ഞാൽ മതി. ഇതിന് വേറൊരു വാക്കും കൂടിയുണ്ട്. ഓക്കെ, തീസ്തുണ്ണ എന്ന് പറയുന്ന പകരം അതാണ് തെർച്ചേസ്തുണ്ണാനു. ഓക്കെ, തെർച്ചേസ്തുണ്ണാൻ എന്ന് പറഞ്ഞാലും തീസ്തുണ്ണ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പം ഇതിന് തേർച്ചേസ്തുണ്ണ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അടുത്ത് മൂസ്തുണ്ണാൻ എന്ന് പറയുന്ന പകരം മൂസ്തുണ്ണ, പിന്നെ మాట్లాడుతున్నాను എന്ന് പറയുന്ന പകരം మాట్లాడుతున్నా, స్నానం చేస్తున్నాను എന്ന് പറയുന്ന പകരം స్నానం చేస్తున్నా, ఆటలాడుతున్నాను, పడుకుంటున్నాను, లేస్తున్నాను,
వంట చేస్తున్నా పరిగెత్తున్నా ഒരു മിനിറ്റ്. ഓക്കെ, പാറിപ്പോతున్నాను പാടുത്തുన్నా അല്ലെങ്കിൽ చూస్తున్నా എന്ന് പറയുന്നത് പകരം చూస్తున్నా. ഓക്കെ, അപ്പം ഇത്രയും 32 വാക്കുകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നത്. ആ അവസാനം വരുന്ന ന്യൂ എന്ന് പറയുന്നത് അത് നേനു വെച്ചാണെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, ഇനി പോകെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണ് നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്നത്, ഷോർട്ടായിട്ട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പം നേനു വസ്തുന്നാണ് എന്ന് പറയുന്ന പകരം നേനു വസ്തുന്ന. ഇപ്പം ആ നേനു എന്നത് പോലും സംസ്ഥാന ഭാഷയിൽ തെലുങ്കുമാരി സംസാരിക്കുന്നത് നമുക്ക് നേൻ എന്ന് കേൾക്കത്തുള്ളൂ, ഷോർട്ടായിട്ട്, ഹാഫായിട്ട്. അപ്പം നേൻ വസ്തുന്ന, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ പറയാറുണ്ട്. ഓക്കെ, ഇനി അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് സ്റ്റേറ്റ്മെന്റുകളാണ്, സെന്റൻസുകൾ അങ്ങനെ തന്നെ പറയുകയാണ്. ഓക്കെ, ഇനി ഇതിനെങ്ങനെ ചോദ്യമാക്കി എടുക്കാം? വളരെ സിമ്പിൾ ആണ്. ആ ന്യൂ എന്നത് നാ ആക്കിയാൽ മതി. ഓക്കെ, അപ്പം ആദ്യം ആദ്യത്തെ വാക്ക് വെച്ച് പോലെ പറയാം. നേനു വസ്തുന്നാനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാനായിട്ട് നേനു വസ്തുന്നാനാ എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ. നേനു വസ്തുന്നാനോ എന്ന് പറയരുത് കേട്ടോ. അപ്പം ന ആണ് അതിന്റെ അവസാനം വരേണ്ടത്. ന്യൂവിൽ അവസാനിക്കുന്ന എല്ലാ ക്രിയകളുടെയും ചോദ്യമാക്കിയെടുക്കാനായിട്ട് ന എന്ന് ചേർക്കണം. അപ്പം നേനു വസ്തുന്നാനു, ഞാൻ വസ്തുന്നാനാ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണോ. നമ്മൾ സ്വയം ചോദിക്കാറില്ല, പക്ഷെ അതാണ് ചോദ്യത്തിന്റെ ഒരു ഘടന. കാരണം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ നീ വെച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെച്ച് പറയുമ്പോൾ, ഞങ്ങൾ എന്നൊക്കെ വെച്ച് പറയുന്ന നേരത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, സെന്റൻസ് ഉണ്ടാവും. അതിനെങ്ങനെ ചോദ്യമാക്കുന്ന അന്നേരം ഞാൻ പറഞ്ഞുതരാം. അതുവേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ വെൽത്തുന്നാനാ, ഞാൻ പോകുന്നുണ്ടോ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണോ. അല്ലെങ്കിൽ നേനു രാഷ്തുന്നാനു, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണോ എന്ന്. ഓക്കെ, ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ആ രണ്ട് കാര്യങ്ങളോട് കഴിഞ്ഞു. ഇത് ഓരോന്നും ഓരോ 32 ക്രിയകളും എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം ന്യൂ എന്നത് നാ ആക്കിയാൽ മതി. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാവുന്ന കമന്റ് ചെയ്ത്, പിന്നെ ഞാൻ പറയാറുള്ള പോലെ നിങ്ങൾ തന്നെ സ്വയം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മനസ്സിൽ നിൽക്കും അത്. ഓക്കെ, അടുത്തത് ഇന്നത്തെ 30 ക്രിയകൾ. ഇന്നത്തെ 30 ക്രിയകൾ അതിനകത്ത് എല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റുന്നതല്ല. കാരണം ചില ക്രിയകൾ അങ്ങനത്തെ ക്രിയകളാണ്. അപ്പം ഒന്നാമത്തെ ഒരു ക്രിയ എന്ന് പറയുന്നത് ഉണ്ടു എന്നാണ്. ഉണ്ടു എന്നത് ഞാൻ പറഞ്ഞു, ഉണ്ടായിരിക്കുക എന്നാണ് ഇതിന്റെ ശരിയായ ഒരർത്ഥം കേട്ടോ. വേറൊരു അർത്ഥം ഉണ്ടു, നിൽക്ക്, ഞാൻ പറഞ്ഞു തരട്ടെ അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരട്ടെ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറില്ലേ, നിൽക്ക് അല്ലെങ്കിൽ ഇരിക്കി എന്ന്. നമ്മൾ നിൽക്കാനോ ഇരിക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് വേണ്ടി കാത്തിരിക്കാനല്ല, അത് വേറെ വാക്കാണ്. നിൽക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ അർത്ഥത്തിലും ഉണ്ടു എന്ന് വെച്ച് പറയാം. വേറൊരു അർത്ഥം ഉണ്ടായിരിക്കുക എന്നാണ്. ഉണ്ടു എന്നതിന്റെ പൂർണ്ണമായ എല്ലാ വാക്കുകളും വെച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തായിരിക്കും. അപ്പം അന്നേരം കൃത്യം പറയാം. അപ്പം ഇവിടെ ശരിക്കും ഉണ്ടു വെച്ചിട്ട് വർത്തമാനകാലത്തിൽ അങ്ങനെ ആരും പറയാറില്ല. ഇനി അങ്ങനെ പറയേണ്ട ആവശ്യം വരികയാണെങ്കിൽ നേനു ഉണ്ടുണ്ണാനു എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിൽക്കുകയാണ്, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിന് ശരിക്കും അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയല്ല, പക്ഷെ വാക്യഘടന എങ്ങനെയാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. നേനു ഉണ്ടുണ്ണാനു അല്ലെങ്കിൽ നേനു ഉണ്ടുണ്ണ. അത് പറഞ്ഞപ്പോഴോർത്തെ, ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കുറെ 32 ക്രിയകളുണ്ടല്ലോ, അതിങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞുപോയി. ഒന്നിന്റെ അർത്ഥം പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്ന ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ എന്റെ പഴയ 3 മുതൽ 8 വരെ ഉള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന്. ഓക്കെ, അടുത്തത് പെട്ടു എന്ന് പറഞ്ഞ വാക്കാണ്. പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുക. ഓക്കെ, വെക്കുകയല്ല, ഇടുക. ഇതിന് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് കുറച്ച് വ്യത്യാസമാണ്. പെടുത്തുണ്ണാൻ എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അപ്പം ടായിലാണ് അവസാനിക്കുന്നത്, പക്ഷെ വർത്തമാനകാലത്തിൽ വാക്കുണ്ടാക്കുന്ന നേരത്ത് ഡാ വരും. ഓക്കെ, ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നേനു പെടുത്തുണ്ണാനു. ഓക്കെ, അടുത്തത് വെക്കുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു. മെല്ലക പെട്ടുവാണ്, വേറെ പ്രത്യേകിച്ചൊരു വാക്കില്ല.
పెట్టు എന്ന് പറഞ്ഞാൽ ഇടുക, മെല്ലగా పెట్టు എന്ന് വെച്ചാൽ വെക്കുക, പതുക്കെ ഇടുക, അതാണ് അതിന്റെ അർത്ഥം. അപ്പം నేను మెల్లగా పెడుతున్నాను എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ പെടുത്തുണ്ണ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പെടുത്തുണ്ണാന് ഫുൾ ആയിട്ട് പറയാം. അടുത്തത് ആകു. ആകു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, പ്രോപ്പറായ കാത്തിരിക്കുക എന്ന് പറഞ്ഞ വാക്ക് ആകു. ഇതിന് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను ఆగుతున్నాను. ഓക്കെ, ഇതിന്റെ ഷോർട്ടായിട്ട് నేను ആകുത്തുണ്ണ എന്നും പറയാം. അടുത്തത് വെയ്. ഞാൻ പറഞ്ഞിരുന്നു വെയ് എന്ന് പറഞ്ഞ വാക്കിന് പ്രോപ്പറായിട്ട് മലയാളത്തിൽ ഒറ്റ വാക്കിൽ അർത്ഥമില്ല. കുറെ അർത്ഥങ്ങളുള്ള ആക്കുക, വെക്കുക, ഒഴിക്കുക, വിളമ്പുക എന്നൊക്കെ പറഞ്ഞ് കുറെ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ഇത് വെയ്. അപ്പം ഇതിന്റെ ഞാൻ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്, വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാനായിട്ട് ഉള്ള വാക്ക് ഇതാണ് నేను వేస్తున్నాను. ഓക്കെ, വേ എന്നത് വേസ്തു എന്ന് പറഞ്ഞു വരും. വേസ്తున్నాను, నేను వేస్తున్నా എന്ന് പറഞ്ഞാലും മതി. ഇനി അടുത്തത് പ്രോപ്പറായിട്ട് ഒഴിക്കുക എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതാണ് പൊയ്. ഓക്കെ, അപ്പം പൊയ് എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను పోస్తున్నాను. ഇനി പോസ്തുണ്ണ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അടുത്തത് കൊട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഞാൻ അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് ഇവിടെയും ടായിലാണ് അവസാനിക്കുന്നത് കൊണ്ട് ഡൂയിൽ വെച്ച് നമ്മുടെ ഈ വാക്ക് വരും. నేను కొడుతున్నాను. ഓക്കെ, నేను కొడుతున్నాను എന്ന് വെച്ചാൽ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഷോർട്ടായിട്ട് నేను కొడుతున్నా എന്ന് വേണം പറയാം. അടുത്തത് പിലുവു. ഓക്കെ, പിലുവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുക. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് పిలుస్తున్నాను എന്ന് പറഞ്ഞു വരണം. ഓക്കെ, నేను పిలుస్తున్నాను. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഷോർട്ടായിട്ട് പറയണമെങ്കിൽ నేను పిలుస్తున్నా എന്ന് പറഞ്ഞാലും മതി. അടുത്തത് പട്ടുക്കോ. ഈ പട്ടുക്കോ എന്ന് പറഞ്ഞ വാക്ക് ടായിലാണ് അവസാനിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ അതേ വാക്യഘടനയല്ല. ഇവിടെ പട്ടുകൊണ്ടുണ്ണാനു എന്ന് പറയണം, ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട്. അപ്പം പട്ടുകൊണ്ടുണ്ണാനു പടുക്കൊണ്ടുണ്ണാനല്ല. ഓക്കെ, അപ്പം నేను പട്ടുകൊണ്ടുണ്ണ എന്ന് പറഞ്ഞാലും മതി, ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് തീസ്കോ, എടുക്കൂ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു തീ എന്ന് പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ തുറക്കുക, തീസ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. തീസ്കോ. ഇവിടെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను తీసుకుంటున్నాను എന്ന് പറഞ്ഞു വരണം. తీసుకుంటున్నాను. അപ്പം തീസ്കോ എന്ന് പറഞ്ഞ വാക്കിന് తీసుకుంటున్నాను അല്ലെങ്കിൽ తీసుకుంటున్నా. അടുത്തത് തീസ്കൊര എന്ന് വെച്ചാൽ എടുത്തുകൊണ്ടുവാ. എടുത്തുകൊണ്ടുവാ എന്നതിന്റെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം വാ എന്നതിന് രാ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് വസ്തുണ്ണാനു ആണ്. ഇവിടെ തീസ്കോ എന്ന് പറയുന്നതിന് തീസ്കൊണ്ടുണ്ണാനു ആണ്. പക്ഷെ തീസ്കൊരാ എന്നത്, അതായത് എടുത്തുകൊണ്ടുവാ എന്ന് പറയാനായിട്ട്, അത് ഞാൻ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എടുത്തോണ്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను తీసుకొస్తున్నాను എന്ന് പറയണം. ഓക്കെ, తీసుకొస్తున్నాను. ఓకే, తీసుకోరా, తీసుకొస్తున్నాను. ഞാൻ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഷോർട്ടായിട്ട് నేను తీసుకొస్తున్నా എന്ന് പറഞ്ഞാലും മതി. ഇനി എടുത്തുകൊണ്ട് പോകുന്നു പറയുന്നത് తీసుకో వెళ్ళు ആണല്ലോ, తీసుకో వెళ్ళు. ഇതിന് తీసుకో వెళ్తున్నాను എന്ന് വേണം പറയാം, അല്ലെങ്കിൽ తీసుకోపో എന്ന് പറഞ്ഞതിന്റെ తీసుకో పోతున్నాను. ഇതിന് നേരത്തെ പറഞ്ഞ പോലെയാണ് വെൽത്തുണ്ണാനു പോത്തുണ്ണാനു എന്ന് പറഞ്ഞത്. ഈ തീസ്കോ എന്ന് പറഞ്ഞ വാക്കിന്റെ മുൻപിൽ പുറകിൽ ചേർത്താൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ആ 10 ഒരു മിനിറ്റ്, ആകെ 12 കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി അവസാനം പറഞ്ഞ അവസാനം നമ്മൾ പഠിച്ച 8ഉം 10ഉം 18 വാക്ക് വെച്ച് വേഗം പറയാം. ആ 18 വാക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചേപ്പിഞ്ചു. ചേപ്പിഞ്ചു എന്ന് വെച്ചാൽ ചെയ്യിക്കുക എന്നാണ്. ഞാൻ ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను చేపిస్తున్నాను എന്ന് പറഞ്ഞു വരണം. അപ്പം അവിടെ ഈ വാക്യഘടനയായിട്ട് ഒരു മാച്ചിങ്ങും ഇല്ല. കാരണം ചേപ്പിഞ്ചു എന്നാണ് ആ വാക്ക്, ചെയ്യിക്കുക. പക്ഷെ ഞാൻ ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను చేపిస్తున్నాను എന്ന് പറഞ്ഞു വരണം. അപ്പം അതേപോലെ തന്നെയാണ് നേർപ്പിഞ്ചു, പഠിപ്പിക്കുക. ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് నేను నేర్పిస్తున్నాను. ഇതിനെ నేను నేర్పిస్తున్నా എന്ന് പറഞ്ഞാലും മതി. അടുത്ത വാക്ക് పంపించు, അയക്കുക. నేను పంపిస్తున్నాను. അപ്പം ഈ 3 വാക്കുകളും, അതായത് ചേപ്പിഞ്ചു, നേർപ്പിഞ്ചു, పంపించു, ഈ 3ഉം
പറയുന്നത് ఏకదేశం അതേപോലെ തന്നെയാണ്. నేను చేపిస్తున్నాను, నేను నేర్పిస్తున్నాను, నేను పంపిస్తున్నాను. ഓക്കെ, ഷോർട്ട് ആയിട്ട് పంపిస్తున్నా എന്ന് പറഞ്ഞാലും മതി. അടുത്തത് ഗുർത്തുപെട്ടുക്കോ. ഗുർത്തുപെട്ടുക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയിൽ വെക്കുക എന്നാണല്ലോ. ഓക്കെ, ഇപ്പം ഈ ഓർമ്മയിൽ വെക്കുക എന്ന്, ഞാൻ ഓർമ്മയിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാനായിട്ട് ഗുർത്തുപെട്ടുകൊണ്ടിടാൻ എന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഓർമ്മിച്ചെടുക്കുക, ജ്ഞാപകം ചേസ്കോ. അതായത് പഴയ കാര്യം ഇപ്പൊ ഓർമ്മിച്ചെടുക്കാൻ പറയാനായിട്ട് ജ്ഞാപകം ചേസ്കോ എന്ന് പറയുമല്ലോ. ആ പഴയ കാര്യം ഓർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതിനെ പറയുന്നത് ജ്ഞാപകം ചേസ്കൊണ്ടുണ്ടാനോ എന്നാണ്. അതിനെ ഷോർട്ടായിട്ട് ജ്ഞാപകം ചേസ്കൊണ്ടുണ്ട എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പം 3, 2, 5 കഴിഞ്ഞു. ഇനി ഒതലു, ഉതുക്കു, കടുകു, ഈ 3 വാക്കുകൾ കൂടിയാണ് അന്ന് ആ വീഡിയോയുടെ ഒപ്പം ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 3 വാക്കുകളിൽ ഉതുക്കു വെച്ച് തുടങ്ങാം. ഉതുക്കു എന്ന് പറഞ്ഞാല് ഉതുക്കു, ഈ തുണി അലക്കുകയാണല്ലോ. അപ്പം ഈ ഉതുക്കു എന്നതിന്റെ ഞാൻ അലക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ഉതുക്തുണ്ണാനു. ഓക്കെ, ശരിക്കും ഉതുക്കുത്തുണ്ണാനു എന്ന് പറഞ്ഞു വരണം. പക്ഷെ സംസ്ഥാന ഭാഷയിൽ ഉതുക്തുണ്ണാനു എന്ന് പറയാറുള്ളൂ. അല്ലെങ്കിൽ അതിന് ഷോർട്ടായിട്ട് ഉതുക്കുത്തുണ്ണ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഉതുക്തുണ്ണ. ഓക്കെ, അടുത്തത് കടുകു എന്ന് വെച്ചാൽ പാത്രം കഴുകുക. പാത്രം കഴുകുന്നതിന് കടുകു എന്നാണ്. ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കാൻ പറയാനായിട്ട് నేను കടുകുത്തുണ്ണാനു. ഞാൻ പറഞ്ഞു പാത്രങ്ങൾ എന്ന് പറയാണ്ട് പാത്രലു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പാത്ര എന്ന് വെച്ചാൽ ഒരു പാത്രം, പാത്രലു എന്ന് വെച്ചാൽ പാത്രങ്ങൾ. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് തട്ട എന്ന് പറയും. ഭക്ഷണം കഴിക്കുന്ന കുറെ പാത്രങ്ങളാണെങ്കിൽ തട്ടലു എന്ന് പറയും. അപ്പം തട്ടലു ആണോ പാത്രലു ആണോ അത് വേറെ കാര്യം. കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കടുകുത്തുണ്ണാനു. ഇനി കടുകുത്തുണ്ണ എന്ന് പറഞ്ഞാലും മതി അതിന്റെ ഷോർട്ടായിട്ട്. അതേപോലെ തന്നെ ഉള്ള വാക്കാണ്, അല്ല അതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞ വാക്കാണ് ഒതലു. ഒതലു എന്ന് പറഞ്ഞാൽ വിടുക. ഓക്കെ, ഞാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്, വിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ഒതലേസ് തുണ്ണാനു എന്ന് പറഞ്ഞു വരണം. ഓക്കെ, ഒതലേസ് തുണ്ണാനു. അവിടെ ലേ എന്ന് പറഞ്ഞു വരണം, ലാ അല്ല. ഒതലേസ് തുണ്ണാനു അല്ലെങ്കിൽ ഒതലേസ് തുണ്ണ. ഓക്കെ, അപ്പം ആ 8 വാക്കുകൾ കഴിഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞ വാക്കുകളോട് വെച്ച് നിർത്താം. നവ്വു, ഏടുവു, എക്കു, ദിഗു, ആപ്പു, ചെറുകു, അണ്ടിഞ്ചു. ഓക്കെ, ഇതിനകത്തുനിന്ന് സമയം കുറെ ആവുന്നുണ്ടല്ലേ. ഓക്കെ, ഷോർട്ടായിട്ട് കുറച്ച് വാക്കുകൾ പറയാം, കുറച്ച് വാക്കുകൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, ബാക്കി കണ്ടുണ്ടാക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് 3 പറയാം. ജരുഗു, അതിന് ഞാൻ വഴിമാറിക്കൊണ്ടിരിക്കുക, ഞാൻ നീക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയാനായിട്ട് నేను జరుగుతున్నాను അല്ലെങ്കിൽ నేను జరుగుతున్నా. പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് నేను నవ్వుతున్నాను. ഇതിന്റെ ഷോർട്ടായിട്ട് నవ్వుతున్నా. അല്ലെങ്കിൽ ఏడువు, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് నేను ఏడుస్తున్నా, నేను ఏడుస్తున్నాను അല്ലെങ്കിൽ ఏడుస్తున్నా. ഓക്കെ, ബാക്കിയുണ്ട് ഒരു 3-4 വാക്കുകളോടെയുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. അപ്പം ഇത്രയും വരെ പറഞ്ഞത്, അതായത് തൊട്ട് മുൻപത്തെ വീഡിയോയും ഈ വീഡിയോയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വർത്തമാനകാലത്തിൽ ഞാൻ ആണ് ചെയ്യുന്നതെങ്കിൽ, ഞാനാണ് കർത്താവെങ്കിൽ, ഞാനാണ് ചെയ്യുന്ന കാര്യങ്ങളെങ്കിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെ പറയാം? അതായത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതിനായിട്ട് എങ്ങനെയാണ് തെലുങ്കിൽ പറയുന്നതെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞു തന്നത്. ഓക്കെ, ഞാൻ വെച്ചിട്ടുള്ള ഇത്രയും മതി. കാരണം 62 ക്രിയകൾ നമ്മൾ ഇതിന്റെ പഠിച്ചിട്ടുള്ളൂ. ആ 62 ക്രിയകൾ വെച്ചിട്ടും എങ്ങനെയൊക്കെ പറയാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഇനി നീ, നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത്, അങ്ങനെ എല്ലാത്തിനും വേറെ വേറെ വാക്യ ഘടകങ്ങളാണ്. അതുകൊണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഭൂതകാലം, പിന്നെ ഭാവി കാലം, ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു തെലുങ്ക് സംസാരിക്കാൻ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടും, ഒരു 40, 50, 60%. പിന്നെ നമുക്ക് വേണ്ടത് വൊക്കാബുലറി ആണ്, വേർഡ് സ്ട്രെങ്ത് ആണ്. അത് നമുക്ക് പതുക്കെ പഠിക്കാം, പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, അപ്പൊ ഇത്രയും പറയുന്നുള്ളൂ. మీరందరూ నేర్చుకోండి. బాయ్.